9th സ്റ്റാൻഡേർഡ് മാത്സിലെ 10ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² പ്ലസ് 3x പ്ലസ് 2. ഇവിടെ നമുക്കൊരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ കാണാം അല്ലേ? ഇവിടെ വേരിയബിൾ എക്സ് ഒക്കെ ഉണ്ടല്ലോ. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ പി ഓഫ് എക്സിന്റെ വാല്യൂ മാറും. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് പി ഓഫ് എക്സും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ എഴുതുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്, നമ്മളൊരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ഒരേ യൂണിറ്റ് വെച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ മാറൂലേ? അപ്പോൾ ഈ ഏരിയയും പെരിമീറ്ററും ഒക്കെ മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പോളിനോമിയൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ കാണാം. ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് 3 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 2 സെന്റിമീറ്ററും ആണ്. ഇനി ഇതിന്റെ പെരിമീറ്റർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ അഥവാ ചുറ്റളവ് is equal to എന്താണ്? 2 × L + B. ഒരു ഫോർമുല ഉണ്ടല്ലോ. C is equal to 2 × ലെങ്ത് എത്രയാണ്? അതായത് നീളം 3 സെന്റിമീറ്റർ 3 പ്ലസ് ബ്രെഡ്ത്ത് വീതി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ +2 is equal to 2 × 3 + 2 5 ആണല്ലേ? 2 × 5 10 സെന്റിമീറ്റർ കിട്ടും ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ. ഇനിയിപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എക്സ് യൂണിറ്റ് വെച്ചിട്ട് കൂട്ടി എന്ന് വിചാരിക്കുക. അതായത് ഇതിന്റെ ലെങ്ത് എന്ത് ചെയ്തു? എക്സ് യൂണിറ്റ് വെച്ച് കൂട്ടി. അതേപോലെ ബ്രെഡ്ത്തും എക്സ് യൂണിറ്റ് വെച്ചിട്ട് കൂട്ടി. അപ്പൊ നമുക്ക് പുതിയൊരു റെക്റ്റാങ്കിൾ കിട്ടൂലേ? ഇവിടെ നമ്മൾ കൂട്ടിയത് എത്രയാണ്? എക്സ് യൂണിറ്റ്. ഇവിടെ ബ്രെഡ്ത്തും കൂട്ടിയത് എക്സ് യൂണിറ്റ്. അപ്പൊ പുതിയ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്താവും? ലെങ്ത് is equal to ഇവിടെ എന്താ? 3ക്ക് എക്സ് ആഡ് ചെയ്തതല്ലേ? 3 + x ആണ് ഉണ്ടാവുക. അതേപോലെ ബ്രെഡ്ത്ത് ആണെന്നുണ്ടെങ്കിലോ ബ്രെഡ്ത്ത് is equal to 2ക്ക് എക്സ് ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ 2 + x. ഇനി ഈ പുതിയ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? അതായത് പെരിമീറ്റർ is equal to എന്താ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് എന്താ? 3 + x. 3 + x പ്ലസ് ബ്രെഡ്ത്ത് എന്താണ്? 2 + x. 2 + x ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 × ഇവിടെ എക്സും ആഡ് ചെയ്താൽ 2x കിട്ടും. 3യും 2ഉം ആഡ് ചെയ്താൽ 5ഉം കിട്ടും. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 × 2 4x പ്ലസ് 2 × 5 10. അപ്പോൾ ഇവിടെ നമുക്കൊരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടി അല്ലേ? 4x + 10. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കൂട്ടിയ വാല്യൂ 1 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? 4 × 1 + 10 അല്ലേ? 14 കിട്ടും. ഇനി 2 സെന്റിമീറ്റർ ആണ് കൂട്ടിയത് എന്നുണ്ടെങ്കിലോ 4 × 2 + 10 അതായത് 8 + 10 18 കിട്ടും അല്ലേ? അപ്പോൾ ഈ എക്സ് മാറുന്നതിനനുസരിച്ച് ഈ പെരിമീറ്ററിന്റെ വാല്യൂ മാറുമല്ലോ. അപ്പോൾ നമുക്ക് ഈ പെരിമീറ്ററിന് എന്ത് ചെയ്യാം? പി ഓഫ് എക്സ് എന്ന് കൊടുക്കാം. അതായത് പെരിമീറ്റർ പി ഓഫ് എക്സ് is equal to 4x + 10. ഇവിടെ നമുക്കൊരു പോളിനോമിയൽ കിട്ടി. എക്സ് മാറുമ്പോൾ പി ഓഫ് എക്സിന്റെ വാല്യൂ മാറൂലേ? അതായത് പെരിമീറ്ററിന്റെ വാല്യൂ മാറുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഇവിടെ കൂട്ടിയതൊരു എക്സ് is equal to 1 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ പെരിമീറ്റർ എന്തായിരിക്കും? പി ഓഫ് എക്സ് is equal to എന്ത് കിട്ടും? ഈ ഇക്വേഷനകത്ത് എക്സിന്റെ പൊസിഷനിൽ 1 കൊടുത്താൽ പോരെ? പി ഓഫ് 1 ആണ് വരിക. 1 is equal to എന്ത് വരും? 4 × 1 + 10 that is equal to 4 + 10 is equal to 14 സെന്റിമീറ്റർ കിട്ടും റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ. ഇനിയിപ്പോൾ നമ്മൾ കൂട്ടിയത് എന്താ? 2 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിലോ ഈ ഇക്വേഷനകത്ത് എന്ത് ചെയ്താൽ മതി? എക്സിന്റെ പൊസിഷനിൽ 2 കൊടുത്താൽ മതി. സോ പി ഓഫ് 2 is equal to എന്ത് വരും? 4 × 2 + 10 that is equal to 2 × 4 8 8 + 10 is equal to 18. ഇനി 3 യൂണിറ്റ് ആണ് കൂട്ടിയത് എന്നുണ്ടെങ്കിലോ പി ഓഫ് 3 is equal to എന്ത് വരും? 4 × 3 + 10 that is equal to 3 × 4 12 12 + 10 is equal to 22 സെന്റിമീറ്റർ കിട്ടും പെരിമീറ്റർ. ഇനിയിപ്പോൾ നമ്മളൊരു ഫ്രാക്ഷണൽ വാല്യൂ പി ഓഫ് 3 1/2 ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലോ
ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാലോ. 2 × 3 6, 6 + 1 7 കിട്ടും അല്ലേ. സോ 7/2 എന്ന് എഴുതാലോ. ഇനി ഈ ഇക്വേഷനകത്ത് എക്സിൻ്റെ പൊസിഷനിൽ 7/2 കൊടുത്താൽ മതി. അതായത് 4x + 10-നകത്ത് എക്സിൻ്റെ പൊസിഷനിൽ എന്ത് കൊടുക്കുക, 7/2 കൊടുക്കുക പ്ലസ് 10. 4ഉം 2ഉം ക്യാൻസൽ ചെയ്യാലോ, 2 അല്ലേ കിട്ടുക. 2 × 7 14 + 10 = എന്ത് കിട്ടും, 24 സെൻറ്റിമീറ്റർ ആണ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഉണ്ടാവുക. അതായത് നമ്മളിവിടെ കൂട്ടുന്ന ആ വാല്യൂ 3.5 ആണെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ത് കിട്ടും, 24 സെൻറ്റിമീറ്റർ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ P ഓഫ് 3.5 എന്ത് കിട്ടും, ഇതും മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. 3 × 4 12, 12 + 3 15 കിട്ടും. 15/4 എന്ന് എഴുതാം. സോ = ഇനി ഈ ഇക്വേഷനകത്ത് എന്ത് ചെയ്യുക, എക്സിൻ്റെ പൊസിഷനിൽ ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ 4 × എക്സിൻ്റെ പൊസിഷനിൽ 15/4 കൊടുക്കുക പ്ലസ് 10. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാലോ, ബാക്കി 15 അല്ലേ ഉണ്ടാവുക. 15 + 10 = 25. അതായത് നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 3/4 വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 3.5 വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ 24 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എക്സ് യൂണിറ്റ് വെച്ച് കൂട്ടുമ്പോൾ അതിൻ്റെ പെരിമീറ്ററും ഈ എക്സും തമ്മിലുള്ള റിലേഷൻ ഒരു ഇക്വേഷൻ രൂപത്തിൽ ഇവിടെ എഴുതിയല്ലേ. എന്നിട്ട് നമ്മൾ കൂട്ടുന്നത് ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും, അതേപോലെ നമ്മൾ ഈ കൂട്ടുന്ന വാല്യൂ 2 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും, അതേപോലെ ഈ കൂട്ടുന്ന വാല്യൂ 3 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഈ എക്സും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ എഴുതിയത് അല്ലേ. ഇനി ഇതിന് പകരം നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഈ എക്സും തമ്മിലുള്ള റിലേഷൻ എഴുതാലോ. അതായത് ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എന്താണ്, ഏരിയ = ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ. ഇവിടുത്തെ ലെങ്ത് എത്രയാണ്, 3 സെൻറ്റിമീറ്റർ. സോ 3 × ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ. സോ 3 × 2 = 6 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഇനി നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എക്സ് യൂണിറ്റ് വെച്ചിട്ട് കൂട്ടുക എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്തു, എക്സ് യൂണിറ്റ് കൂട്ടി, അതേപോലെ ബ്രെഡ്ത്തും എക്സ് യൂണിറ്റ് കൂട്ടി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ മാറും, അതേപോലെ ഏരിയയും മാറും. അപ്പോൾ ഈ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്തായിരിക്കും, ലെങ്ത് = ഇവിടെ 3 + x, 3ക്ക് എക്സും കൂടെ ആഡ് ചെയ്തല്ലോ, അപ്പോൾ 3 + x. ഇനി ബ്രെഡ്ത്ത് ആണെന്നുണ്ടെങ്കിലോ, ബ്രെഡ്ത്ത് = 2ക്ക് എക്സും കൂടെ ആഡ് ചെയ്തു, അപ്പോൾ 2 + x. ഇനി ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും കിട്ടുക, ഏരിയ = ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ. അതായത് 3 + x × 2 + x. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ പോരെ, 3 × 2 6 പ്ലസ് 3 × x 3x പ്ലസ് 2 × x 2x പ്ലസ് x × x x². സോ = ഈ x² ആദ്യം എഴുതുക. ഇനി 3xും 2xും ആഡ് ചെയ്യാലോ, 5x കിട്ടുമല്ലോ പ്ലസ് 6. ഇതാണ് ഏരിയ. അതായത് ഏരിയ എക്സിലുള്ള ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പോളിനോമിയലായിട്ട് a ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ഏരിയ കണ്ടുപിടിച്ചതല്ലേ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 4 റെക്റ്റാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടും ഇതിൻ്റെ ഏരിയ കാണാം. അപ്പോൾ എങ്ങനെയാ വരിക, ഇവിടെ നമുക്ക് 4 റെക്റ്റാങ്കിൾ കിട്ടുമല്ലോ. എന്നിട്ട് വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ 4 റെക്റ്റാങ്കിളിൻ്റെയും കൂടെ ഏരിയ ആഡ് ചെയ്യുക. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ത് കിട്ടും, 2 × 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടാവും. ദെൻ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഇതിൻ്റെ ലെങ്ത്ത് എക്സ്, ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × x 2x സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രെഡ്ത്ത് എക്സ്, ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ 3x സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടാവും. ഇനി ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും എക്സ് ആണല്ലേ, അപ്പോൾ ഏരിയ = x × x x² വരും. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും, ഏരിയ
ഇസ് ഈക്വൽ ടു, അതായത് നമ്മൾ എ ഓഫ് എക്സ് അല്ലേ കൊടുത്തത്, ഈ 4 ഏരിയയും കൂടെ ആഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എക്സ് സ്ക്വയർ ആഡ് ചെയ്യാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x 3x. സോ 2x പ്ലസ് 3x, ദെൻ 2 ഇൻറ്റു 3 6 അല്ലേ, അതും കൂടെ ആഡ് ചെയ്യുക. സോ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് 2x 3x ആഡ് ചെയ്യുമ്പോൾ 5x പ്ലസ് 6. അതന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. വേറൊരു രീതിയിൽ ഏരിയ കണ്ടു എന്നേ ഉള്ളൂ. അപ്പോൾ എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. അതായത് ഈ മാറുന്ന വാല്യൂ എക്സും അതേപോലെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള ഒരു റിലേഷന് നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ ഇവിടെ എഴുതി. ഇനിയിപ്പോൾ നമ്മൾ ഈ കൂട്ടുന്ന വാല്യൂ 1 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, എ ഓഫ് 1 ചെയ്താൽ പോരെ. എന്ത് ചെയ്യുക, ഈ ഇക്വേഷനകത്ത് എക്സിൻ്റെ പൊസിഷനിലൊക്കെ 1 കൊടുക്കുക. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു എക്സിന് പകരം 5 ഇൻറ്റു 1 കൊടുക്കുക പ്ലസ് 6 ഇസ് ഈക്വൽ ടു 1ൻ്റെ സ്ക്വയർ 1 ആണ്, പ്ലസ് 5 ഇൻറ്റു 1 5 പ്ലസ് 6 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 12 കിട്ടും. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഈ കൂട്ടിയ വാല്യൂ എക്സ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇനി ഈ എക്സിൻ്റെ വാല്യൂ 2 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, എ ഓഫ് 2 ചെയ്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷനകത്ത് എക്സിൻ്റെ പൊസിഷനിലൊക്കെ 2 കൊടുക്കുക. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു എക്സിന് പകരം 5 ഇൻറ്റു 2 കൊടുക്കുക പ്ലസ് 6 ഇസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ എന്താ 4 അല്ലേ, പ്ലസ് 2 ഇൻറ്റു 5 10 പ്ലസ് 6 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. സോ ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ, അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 2 സെൻറ്റിമീറ്റർ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മളൊരു ഫ്രാക്ഷൻ വെച്ച് കൂട്ടുകയാണ്, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1½ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിലോ ഏരിയ, അതായത് എ ഓഫ് 1½ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാലോ. 1 ഇൻറ്റു 2, 2ക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 3, അപ്പോൾ 3/2 എന്ന് എഴുതാം ഈ 1½ ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ എക്സിൻ്റെ പൊസിഷനിലൊക്കെ എന്ത് കൊടുക്കുക, 3/2 കൊടുക്കുക. 3/2 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 3/2, 5 ഇൻറ്റു 3/2 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 3ൻ്റെ സ്ക്വയർ 9 അല്ലേ, ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 3 ഇൻറ്റു 5 15/2 പ്ലസ് 6. ഇവിടെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ 4 ആക്കാം. ഫസ്റ്റത്തെ 9/4 തന്നെയാണ്, പ്ലസ് രണ്ടാമത്തേനെ 4 ആക്കാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 15 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 പ്ലസ് 6 ഇൻറ്റു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇസ് ഈക്വൽ ടു 9/4 പ്ലസ് 2 ഇൻറ്റു 15 13/4 പ്ലസ് 4 ഇൻറ്റു 6 24/4. ഇപ്പം എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് കോമൺ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കാം. അതായത് 9 പ്ലസ് 30 പ്ലസ് 24 ഡിവൈഡഡ് ബൈ 4. സോ 9 പ്ലസ് 30 പ്ലസ് 24 ആഡ് ചെയ്താൽ 63 കിട്ടും. സോ ഇസ് ഈക്വൽ ടു 63/4. ഇനി ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻക്ക് കൺവേർട്ട് ചെയ്യാലോ. 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 ആണ് ആൻസർ കിട്ടുക. അതായത് കോഷ്യൻ്റ് 15 കിട്ടും, റിമൈൻഡർ 3 കിട്ടും, ഡിനോമിനേറ്റർ 4 ഇട്ട് കൊടുക്കുക. 15 3/4 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതായത് നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന, അതായത് ഈ ഇൻക്രീസ് ചെയ്യുന്ന വാല്യൂ 1½ ആണെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 15 3/4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മളൊരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എക്സ് യൂണിറ്റ് വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും എക്സും തമ്മിലുള്ള റിലേഷൻ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതി, എന്നിട്ട് ഈ എക്സിന് വേറെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കണ്ടു. ഇനിയിപ്പോൾ നമ്മളെടുത്തൊരു റെക്റ്റാങ്കുലർ ബോക്സ് ആണുള്ളത്. ഈ റെക്റ്റാങ്കുലർ ബോക്സ് എന്ന് പറയുമ്പോൾ അതിന് എത്ര അളവുകൾ ഉണ്ടാവും, അതിന് നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും, ഉയരവും ഉണ്ടാവും അല്ലേ. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ടാവും. ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഈ 3 അളവും നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ അതേപോലെ എക്സ് യൂണിറ്റ് വെച്ച് കൂട്ടുകയാണെന്നിരിക്കട്ടെ. അതായത് ഇതിൻ്റെ
ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ അല്ലേ ഇവിടെ, നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് എക്സ് സെൻറ്റിമീറ്ററും കൂടെ കൂട്ടി 3 + x ആക്കി ലെങ്ത്ത്. അതിൻ്റെ വീതിയാണെന്നുണ്ടെങ്കിൽ 2 + x ആക്കി മാറ്റി. ഇനി അതിൻ്റെ ഉയരം എന്താക്കി, 1 + x ആക്കി മാറ്റി, അതായത് x യൂണിറ്റ് കൂട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെക്റ്റാങ്കുലർ ബോക്സിന്റെ വോളിയവും ഈ എക്സും തമ്മിലുള്ള റിലേഷൻ ഒരു ഇക്വേഷൻ ആക്കി നമുക്ക് എഴുതിക്കൂടെ? നേരത്തെ നമ്മൾ ഏരിയ അതേപോലെ പെരിമീറ്റർ ഒക്കെ റെക്റ്റാങ്കിളിന്റെ കേസിൽ ചെയ്തല്ലോ. അതേപോലെ ഇതിന്റെ വോളിയവും ഈ എക്സും തമ്മിലുള്ള റിലേഷൻ ഒരു ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. അപ്പൊ എങ്ങനെയാ ഒരു റെക്റ്റാങ്കുലർ ബോക്സിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുക? വോളിയം കാണാനുള്ള ഫോമുല എന്താണ്? വോളിയം അഥവാ വ്യാസം ഇസ് ഈക്വൽ ടു ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ ഈ ചെറിയ റെക്റ്റാങ്കുലർ ബോക്സിന്റെ വോളിയം എന്തായിരിക്കും? 3 × 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടും. വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബിക് യൂണിറ്റ് ആണ്. ഇനി ഇതിന്റെ വോളിയം ആണെന്നുണ്ടെങ്കിലോ, ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വോളിയം ഓഫ് ലാർജ് ബോക്സ് അല്ലേ, ലാർജ് ബോക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? വി ഓഫ് എക്സ് ആക്കി എടുത്തൂടെ നമുക്ക്? വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലെങ്ത്ത് എന്താണ്? 3 + x ഇൻറ്റു ബ്രെഡ്ത്ത് 2 + x ഇൻറ്റു ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 + x. സോ ഈക്വൽ ടു, ഇനി ആദ്യം നമുക്ക് ഇത് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഇതിലുള്ള ഓരോ ടേമിനെയും ഇതിലുള്ള ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ 3 × 2 6 കിട്ടും. 3 × x 3x കിട്ടും. ദെൻ x × 2 2x കിട്ടും. ദെൻ x × x x² കിട്ടും. ഇൻറ്റു ഇവിടെ 1 + x കൂടെ ബാക്കിയുണ്ടല്ലോ, 1 + x. സോ ഈക്വൽ ടു, ഇതിനെ നമുക്കൊന്നും കൂടെ ചെറുതാക്കി എഴുതാം. ആദ്യം ഈ x² എഴുതുക. ദെൻ ഈ 3x 2x കൂടെ ആഡ് ചെയ്യാലോ. അപ്പോൾ എന്ത് കിട്ടും? 5x കിട്ടും പ്ലസ് 6 ഇൻറ്റു 1 + x. ഇനി ഇത് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിനകത്തുള്ള ഓരോ ടേമിനെയും ഈ ബ്രാക്കറ്റിനകത്തുള്ള ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം x² 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² കിട്ടും. ദെൻ 5x 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x കിട്ടും. ദെൻ 6 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. ഇനി x² x കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x³ കിട്ടും. ദെൻ 5x x കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x² കിട്ടും. ദെൻ 6 x കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x കിട്ടും. സോ ഈക്വൽ ടു x³ ആദ്യം നമുക്ക് എഴുതാം. സോ x³ അതാണല്ലോ വലുത്. ദെൻ x² എവിടെയൊക്കെയുണ്ട്? x², 5x². രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6x² കിട്ടും. ദെൻ 5x ഉണ്ട് 6x ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 11x കിട്ടും പ്ലസ് 6. അതായത് വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ പ്ലസ് 6x² പ്ലസ് 11x പ്ലസ് 6. അതായത് നമ്മൾ ഈ വലുതാക്കിയ ഈ ബോക്സിൻ്റെ വോളിയവും ഈ കൂട്ടിയ വാല്യൂ എക്സും തമ്മിലുള്ള റിലേഷൻ ഒരു ഇക്വേഷൻ ആക്കി നമ്മൾ എഴുതി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ എക്സിന് പല വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിച്ചല്ലോ ഇങ്ങനെ ഇക്വേഷനകത്ത്. അതേപോലെ എന്ത് ചെയ്യാം? ഇവിടെ ഈ എക്സിനും ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വി ഓഫ് 1 കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? വി ഓഫ് 1 ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷനകത്ത് എന്ത് ചെയ്യുക? എക്സിൻ്റെ പൊസിഷനിലൊക്കെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ x³ പകരം 1³ എന്ന് എഴുതുക പ്ലസ് 6 ഇൻറ്റു x² പകരം 1² എന്ന് എഴുതുക പ്ലസ് 11 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കുക? 1 ഇടുക പ്ലസ് 6. സോ ഈക്വൽ ടു 1³ എന്ന് പറയുമ്പോൾ 1, 1² എന്ന് പറയുമ്പോൾ 1 ആണ്. സോ 6 ഇൻറ്റു 1 6 കിട്ടും. ദെൻ 11 ഇൻറ്റു 1 11 പ്ലസ് 6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 + 6 12, 12 + 11 23, 23 + 1 24 വോളിയല്ലേ? അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ്. അതായത്
നമ്മൾ ഈ ബോക്സിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 1 സെന്റിമീറ്റർ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം എന്തായി മാറും? 24 സെന്റിമീറ്റർ ക്യൂബായി മാറും. ഇനി വി ഓഫ് 2 കണ്ടാലോ? വി ഓഫ് 2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ ഇക്വേഷനകത്ത് എക്സിന്റെ പൊസിഷനിലൊക്കെ 2 കൊടുക്കുക. അപ്പോൾ എക്സ് ക്യൂബിന് പകരം എന്ത് കൊടുക്കുക? 2 ക്യൂബ് പ്ലസ് 6 ഇൻറ്റു എക്സ് സ്ക്വയറിന് പകരം 2 സ്ക്വയർ കൊടുക്കുക പ്ലസ് 11 ഇൻറ്റു എക്സിന് പകരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് 6. സോ ഈക്വൽ ടു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8 പ്ലസ് 6 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എന്താ 4 അല്ലേ, പ്ലസ് 11 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 22 പ്ലസ് 6. സോ ഈക്വൽ ടു 8 പ്ലസ് 6 ഇൻറ്റു 4 24 പ്ലസ് 22 പ്ലസ് 6. 24ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 30, 30ക്ക് 22 ആഡ് ചെയ്യുമ്പോൾ 52, 52ക്ക് 8 ആഡ് ചെയ്യുമ്പോൾ 60. അപ്പോൾ 60 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഈ ബോക്സിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 2 സെൻറ്റിമീറ്റർ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം കിട്ടുക. ഇതേപോലെ നമുക്ക് എക്സിന് ഏത് വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടും റെക്റ്റാങ്കുലാർ ബോക്സിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്യാനുള്ളത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.